ഹെഡ്മിലോടുന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. കുറേ നാളായിട്ട് എൻ്റെ അടുത്ത് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണിത്. ഞാൻ എങ്ങനെയാണ് വീട്ടിൽ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ എനിക്ക് വെളിച്ചെണ്ണ കിട്ടാനായിരുന്നു പാട്. കാരണം ഇവിടെ കവർ വെളിച്ചെണ്ണയാണ്. നാട്ടിൽ നിന്ന് ഞാൻ മില്ലിൽ ആട്ടിയ വെളിച്ചെണ്ണയ്ക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോഴാണ് കിട്ടിയത്. വേറെയും ഇതിനകത്ത് ഇടാനുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി വേണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലേറ്റായി പോയത്. അപ്പൊ അന്ന് റിക്വസ്റ്റ് ചെയ്ത ആരൊക്കെ ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ കുറേ നാളുകളായിട്ട് ആർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്തതിൽ ഒരു 5% പേർക്കെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടോ എന്ന് സംശയമാണ്. അപ്പൊ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നിങ്ങൾക്ക് എന്റെ വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എങ്കിൽ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. എന്നും രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് കയറി നോക്കണം ഞാൻ എന്തെങ്കിലും വീഡിയോ ഇട്ടിട്ടുണ്ടോന്ന്. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്ത് ഓപ്ഷൻ ഓൾ എന്നാക്കിയാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇട്ടാൽ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരും ഈ ഓപ്ഷൻ ഓൾ എന്നാക്കിയിട്ടുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യണേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. എത്ര ലെങ്ത് ആയിരിക്കും എന്ന് എനിക്കറിയില്ല. കഴിവതും ഞാൻ അധികം ലെങ്തി ആക്കാതെ നോക്കാം. പക്ഷേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും ഞാൻ പറയുന്നത്. ആദ്യമായിട്ട് എണ്ണ കാച്ചുന്നവർക്കും ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും. സമയം ഉൾപ്പെടെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് അടിച്ചു വിട്ട് കാണല്ലേ, ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കണേ. അപ്പൊ ഞാൻ അതിനുവേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറയാം. ഈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കൂടിയാലോ കുറഞ്ഞാലോ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ ഒരു 10 തണ്ട് കറിവേപ്പില ഇങ്ങനെ ഉതിർത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കൈ കണ്ടിട്ട് ആർക്കൊന്നും തോന്നല്ലേ. കുറേ ദിവസങ്ങളായിട്ട് നെല്ലിക്ക കൊണ്ടുള്ള പരീക്ഷണങ്ങളാണ് ഇവിടെ. അതിൻ്റെയാണ്. ഓരോ ദിവസവും കൈ റെഡിയാക്കും, വീണ്ടും പിറ്റേന്നും അത് എടുക്കുമ്പോൾ ഇത് തന്നെ അവസ്ഥ. ഇനി ഇത് ശരിയാക്കണം. നെല്ലിക്ക ഞാൻ വലിയ 6 നെല്ലിക്കയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ നെല്ലിക്കയുടെ വലിപ്പത്തിനനുസരിച്ച് എടുക്കാം. ചെറുതാണെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ എടുക്കാം കേട്ടോ. 10 കൂടിയാലും കുഴപ്പമില്ല, ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല. ഞാനതാണ് പറഞ്ഞത്. ഇൻഗ്രീഡിയൻസ് ഇച്ചിരി കൂടിയാലോ കുറഞ്ഞാലോ കുഴപ്പമില്ല. പിന്നെ എടുത്തിരിക്കുന്നത് 3 അല്ലി വെളുത്തുള്ളി. വെളുത്തുള്ളി കൂടരുത്, ഇത്രയും മതി. പിന്നെ എൻ്റെ കയ്യിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ വ്ളോഗിൽ, ഇവിടെ കറ്റാർവാഴയുണ്ട്, അതിൻ്റെ ഒരു ഭാഗം. അപ്പൊ ഇതിന്റെ പച്ച കളർ ചെത്തി കളഞ്ഞിട്ട് അകത്തുള്ള ആ വെള്ള ഇത് മാത്രമേ എടുക്കത്തുള്ളൂ. പിന്നെ എടുത്തിരിക്കുന്നത് അരമുറി ചെറുനാരങ്ങ. പിന്നെ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി 10 എണ്ണം. ഇത് നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു സവോള എടുത്താലും മതി. അപ്പൊ ഇത് ഇത്രയും നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് ആക്കി എടുക്കാനുള്ള സംഭവങ്ങളാണ്. ഈ നാരങ്ങയുടെ നീരാണ് ഒഴിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് 1.5 ടീസ്പൂൺ ഉലുവ, 2 ടീസ്പൂൺ കലോഞ്ചി, പിന്നെ 15 ഉണക്ക കുരുമുളക്. പിന്നെ എടുത്തിരിക്കുന്നത് ലിക്വറൈസ് പൗഡർ, അതായത് ഇരട്ടി മധുരത്തിന്റെ പൊടി. അപ്പോൾ ഇത് ഇത്രയും നമുക്ക് ഈ ഉലുവായും കലോഞ്ചിയും കുരുമുളകും കൂടി പൊടിച്ചെടുക്കണം. ഇത് സെപ്പറേറ്റ് പൊടിക്കണം, വെള്ളമയം ഇല്ലാതെ. അപ്പൊ ഇത് കൂടാതെ നിങ്ങൾ നാട്ടിലുള്ളവരാണെങ്കിൽ റോസാപ്പൂ, ചെമ്പരത്തിപ്പൂ, പിന്നെ കയ്യോന്നി, മെയിനായിട്ട് എണ്ണ കാച്ചാൻ എടുക്കുന്നതാണ് കയ്യോന്നി, കുഞ്ഞുണ്ണി എന്ന് പറയും, അതായത് ഭൃംഗരാജ്. പിന്നെ നമുക്ക് മൈലാഞ്ചി ഇല, ആര്യവേപ്പിന്റെ ഇല, ഇതൊക്കെ നമുക്ക് എണ്ണ കാച്ചാൻ യൂസ് ചെയ്യാം. അതായത് നമ്മൾ ടിപ്സ് ആയിട്ട് തലയിൽ എന്തൊക്കെ യൂസ് ചെയ്യുന്നോ അങ്ങനെയുള്ള ഐറ്റംസ് എന്തൊക്കെ നമുക്ക് എണ്ണ കാച്ചാൻ യൂസ് ചെയ്യാമോ അതെല്ലാം നമുക്ക് എണ്ണ കാച്ചാൻ എടുക്കാം. ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാണിച്ച ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല എങ്കിലും ഉള്ളത് വെച്ച് നമുക്ക് എണ്ണ കാച്ചാം. അപ്പൊ ഞാനിത് 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുന്നത്, ഒറ്റ പ്രാവശ്യമായിട്ട് പറ്റില്ല. അപ്പൊ ഇത് അരച്ചെടുക്കാൻ ഞാൻ ഇതിലേക്കൊരു ലേശം വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കണം. തുണിക്കകത്ത് അരിക്കുന്നെങ്കിൽ അങ്ങനെ വേണേലും അരിച്ചെടുക്കാം. ജ്യൂസ് അരിച്ചെടുത്തു. അതുപോലെ കലോഞ്ചിയും കുരുമുളകും ഉലുവയും കൂടി പൊടിച്ചു. ഒത്തിരി അങ്ങ് ഭസ്മം പോലെ പൊടിച്ചിട്ടില്ല. ഉലുവ ചൂടാക്കിയിട്ടൊന്നുമില്ല, അതുപോലെ തന്നെ ഇട്ട് പൊടിച്ചതാ. അപ്പൊ എണ്ണ കാച്ചാൻ ഇരുമ്പിന്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുന്നതാകും നല്ലത്. ഞാനിപ്പോ ഇവിടെ ഒരു ഇൻഡാലിയത്തിന്റെ ചീനച്ചട്ടി എടുത്തേക്കുന്നത്. അടുപ്പ് കത്തിച്ചിട്ടില്ല. ആദ്യം നമുക്കതിലേക്ക് എണ്ണ ഒഴിക്കാം. അപ്പൊ ഞാനിപ്പോ ഒരു 3/4 കിലോ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു കുപ്പിയുടെ ബാക്കിയെല്ലാം ഒഴിച്ച്. അപ്പൊ തീ കത്തിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ജ്യൂസ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് അടുപ്പ് കത്തിക്കാം. ഞാനിപ്പോ ഗ്യാസ് ഓൺ ആക്കി. അപ്പൊ ഇതിങ്ങനെ ഇടയ്ക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കണ്ടിന്യൂസ് അങ്ങനെ ഇളക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കിയാൽ മതിയേ. ഞാൻ ഫുൾ വീഡിയോ എടുക്കുന്നില്ല, വീഡിയോ ഒത്തിരി നീണ്ടു പോവും. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഞാൻ പറയാം.
ഇതിപ്പോ നന്നായിട്ട് തിളച്ചു. ഇങ്ങനെ കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കണ്ട കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്ന് ഇളക്കി കൊടുത്താൽ മതി. തിളച്ചതിന് ശേഷം ഞാൻ തീ ലേശം കുറച്ചിട്ടുണ്ട്. തിളയ്ക്കുന്നത് വരെ തീ കൂട്ടിയാ വെച്ചിരുന്നേ. ഇപ്പൊ തീ ലേശം മീഡിയത്തിലാക്കി പെയ്യനെ കിടന്ന് അതിന്റെ സത്തൊക്കെ ഇറങ്ങട്ടോ. ഇപ്പൊ 20 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ എണ്ണ ഒന്നും ആയിട്ടില്ല. ഞാന് ഇടയ്ക്ക് ഒരു 4 മിനിറ്റ് ഒക്കെ കൂടുമ്പോ ഇങ്ങനെ വന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നേ. മീഡിയം തീയിലാണ്, അടുക്കി പിടിക്കത്തൊന്നുമില്ല, പേടിക്കണ്ട. പക്ഷെ ഇത് ഇട്ടേച്ച് കണ്ടിന്യൂസ് നോക്കാതെ നിക്കല്ലേ. അപ്പൊ ആദ്യം തന്നെ ഹൈ ഫ്ലെയിം ഇട്ടാല് നമ്മുടെ എണ്ണ ചുമ്മാതെ പറ്റി പോകത്തേ ഉള്ളൂ, സത്തൊന്നും ഇറങ്ങത്തും ഇല്ല. അതായത് നമ്മുടെ ഈ ജ്യൂസിന്റെ ഗുണമൊക്കെ ഇതിനകത്ത് ഇറങ്ങണമല്ലോ. അപ്പൊ അതിനുവേണ്ടിയാണ് മീഡിയം തീയിൽ ഇട്ടേക്കുന്നത്. ചുമ്മാതെ തീ കൂട്ടിയിട്ട് കരിച്ചു പുകച്ച് അങ്ങനെ എടുക്കല്ലേ. ഇപ്പൊ അരമണിക്കൂറായി, ഏകദേശം നമ്മുടെ എണ്ണ റെഡി ആവാറായി വരുന്നു. ഒരു അരഭാഗമൊക്കെ ആയിട്ടുണ്ട്. ഇത് സെപ്പറേറ്റ് ആയി തുടങ്ങിയേ. അതായത് അതിന്റെ കക്കനുണ്ടല്ലോ, അത് ചെറുതായിട്ട് സെപ്പറേറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ഇനിയും കുറച്ച് സമയം കൂടി വേണം. ഇനി ഈ സമയത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞല്ലോ, ഈ സമയത്ത് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ കലോഞ്ചിയും ഉലുവയും കുരുമുളകും, അതോടൊപ്പം തന്നെ ഇരട്ടി മധുരത്തിന്റെ പൊടി 2 ടീസ്പൂൺ. നിങ്ങളുടെ കയ്യിൽ ഇരട്ടി മധുരത്തിന്റെ പൊടിയല്ല തടിയാണുള്ളതെങ്കിൽ അതൊന്ന് ചതച്ച് ആദ്യം തന്നെ ഇട്ടേക്കണേ. ആദ്യം നമ്മൾ ആ ജ്യൂസ് ഒഴിച്ചില്ലേ, ആ സമയത്ത് തന്നെ. നമ്മുടെ മുടി കറുക്കാൻ വേണ്ടിയാണ് ഈ നെല്ലിക്ക, അതുപോലെ കലോഞ്ചി, പിന്നെ ലാസ്റ്റിൽ വേറെ ഒരു ഇൻഗ്രീഡിയന്റ് കൂടെ ഉണ്ട്, അത് ഞാൻ പറയാം. ഇതൊക്കെ നമ്മുടെ മുടി കറുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാ കേട്ടോ. ഇത് സെപ്പറേറ്റ് ആയി തുടങ്ങി. ഇനി നമ്മൾ ഇതിന്റെ അടുത്തുനിന്ന് അധികം മാറണ്ട, ഇടയ്ക്കൊന്ന് 2 മിനിറ്റ് കൂടുമ്പോൾ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് ചെറുതായിട്ട് ഇത് അടുക്കി പിടിക്കാൻ തുടങ്ങി. ഞാൻ തീ ഇപ്പോഴും മീഡിയത്തിലും കുറച്ചുകൂടെ കുറച്ചാണ് ഇട്ടേക്കുന്നത്. കണ്ടോ, ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞു തുടങ്ങിയത്. റെഡി ആയിട്ടില്ല, പക്ഷെ ഇനി ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. ഇപ്പോ 35 മിനിറ്റ് കഴിഞ്ഞു. മൊത്തത്തില് ഇതേ നമ്മുടെ ഈ കക്കനൊക്കെ കണ്ടോ മേളിലോട്ട് വന്നു തുടങ്ങി. അതായത് പെസഡെന്ന് പറയും, നിങ്ങളുടെ നാട്ടിൽ ഏത് ലാംഗ്വേജ് ആണോ അത്. അതായത് നമ്മുടെ ഈ ജ്യൂസിന്റെ ഒക്കെ പിസഡ് അത് മുകളിലോട്ട് വന്നു തുടങ്ങി. ഞാൻ തീ അന്നേരം തന്നെ മൊത്തത്തിൽ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലായി ഇപ്പൊ ഇട്ടേക്കുന്നേ. പലർക്കും എണ്ണ കാച്ചുന്നതിന്റെ പരുവം അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ പറയുന്നത്. എത്ര മിനിറ്റ് കഴിഞ്ഞു അപ്പൊ നിങ്ങൾക്കൊരു ഊഹം കിട്ടുമല്ലോ. എനിക്ക് മുടി വളർത്താൻ ആഗ്രഹം വരുമ്പോൾ ഈ എണ്ണയാണ് ഉണ്ടാക്കി തേക്കുന്നത്. നല്ല പുതിയ മുടികൾ ധാരാളം വരും. അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി പൊഴിച്ചിൽ പെട്ടെന്ന് മാറാൻ ഇത് നമ്മൾ തേച്ച് 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ മാറിയത് നമുക്ക് തന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ ചെറിയ ചെറിയ മുടികൾ ധാരാളം വളർന്നു വരികയും ചെയ്യും. ഞാൻ എപ്പോഴും മുടി നീട്ടി വളർത്താറില്ല, ഇടയ്ക്ക് അങ്ങനെ ഒരു തോന്നൽ വരും. അപ്പോ ഈ എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ടിപ്സുകളും ധാരാളം ഉണ്ട്. പക്ഷേ മുടി വളർത്താൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ തന്നെ കെയർ ചെയ്തെങ്കിൽ മാത്രമേ മുടി വളരത്തുള്ളൂ. ടിപ്സ് ആണെങ്കിലും എണ്ണ തേക്കുന്നതാണെങ്കിലും അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. മുടി തഴച്ച് വളരാൻ ഏറ്റവും നല്ലത് ഉരുക്ക് വെളിച്ചെണ്ണ, വെന്ത വെളിച്ചെണ്ണ. എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ട് അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ഞാനാണ്. അനേകം പേരത് ട്രൈ ചെയ്തിട്ട് നല്ല ബെസ്റ്റ് റിസൾട്ട് ആണ് കിട്ടിയത്. അതും ഏറ്റവും നല്ലതാണ്. പലരും ചോദിക്കുന്നതാണ്, ഇന്ന എണ്ണ ഒരു എണ്ണ യൂസ് ചെയ്തിട്ട് അത് നിർത്തിയാൽ മുടി കൊഴിച്ചിൽ വരുമോ? എനിക്ക് പറയാനുള്ളത്, ഏതെണ്ണയായാലും നിങ്ങൾ തലയിൽ തേക്കുന്നത് നിർത്തിയാൽ കുറച്ച് ദിവസത്തേക്കൊക്കെ കുഴപ്പം കാണില്ല, പക്ഷെ അത് കഴിഞ്ഞാൽ പ്രോബ്ലം വരിക തന്നെ ചെയ്യും. കാരണം നമ്മുടെ മുടിക്ക് എണ്ണ വളരെ അത്യാവശ്യമാണ്. കാണുന്നുണ്ടോ മുകളിൽ ഇങ്ങനെ അടിഞ്ഞു വരുന്ന? ഞാനൊന്ന് സൂം ആക്കി കാണിക്കാം. കണ്ടോ, അടിയിൽ നിന്ന് ഇങ്ങനെ എല്ലാ സൈഡിലോട്ട് വരുന്നുണ്ട്. ഞാനത് പേസ്റ്റ് ആക്കാൻ കുറച്ച് വെള്ളവും യൂസ് ചെയ്തായിരുന്നല്ലോ, അപ്പൊ അതും കൂടി സമയം കൂടുതൽ എടുക്കുമേ എണ്ണ റെഡി ആവാൻ. ഇപ്പൊ കറക്റ്റ് 52 മിനിറ്റ് കഴിഞ്ഞു. ആ പെസഡ് അല്ലെങ്കിൽ കക്കൻ എന്ന് പറയാം എല്ലാം അടിയിൽ അടിഞ്ഞു. എണ്ണ നന്നായിട്ട് മുകളിൽ വന്ന് കണ്ടോ. ഇനി ഇതിന്റെ പരുവെന്ന് പറയുന്നത്, ഇതിന്ന് കുറച്ചെടുത്ത് നോക്കുമ്പോൾ നല്ല ഒരു മൊരിഞ്ഞ മണം വരുന്നുണ്ട്. ഇത് നോക്കുമ്പോൾ ദേ സൗണ്ട് കേട്ടോ, ഈ സ്പൂണിൽ തന്നെ ഇടുമ്പോൾ മൊരിഞ്ഞതിന്റെ. ഒത്തിരി അങ്ങ് കിരികിരാന്നാവുന്നത് വരെ ഇട്ടേക്കരുത്, കരിഞ്ഞു പോവും. ഒന്ന് മണപ്പിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് മൊരിഞ്ഞതിന്റെ ഒരു മണം വരും. അതാണ് പരുവം. ഞാനിപ്പോ തീ ഓഫ് ചെയ്തു. ഇനി ഇത് ഇതിൽ തന്നെ കിടക്കട്ടെ. ഞാനിതിപ്പോ രാത്രിയിലാണ് ചെയ്യുന്നത്. ഇന്ന് രാത്രിയിൽ, നാളെ രാവിലെ മാത്രമേ കുപ്പിയിലോട്ട് മാറ്റത്തുള്ളൂ. അരിച്ചെടുക്കുമ്പോൾ അതിന്റെ കൂടെ വേറെ സാധനം ഇടണോ അത് ഞാൻ അന്നേരം പറയാം. ഇന്നലെ രാത്രിയിലാണ് നമ്മൾ എണ്ണ കാച്ചിയത്. ഇപ്പോ രാവിലെ ഈ നല്ലൊരു മണം വരുന്നുണ്ട്. നല്ല വറുത്തരച്ച കറിയുടെയൊക്കെ മണമാണ് വരുന്നത്. കാരണം നമ്മൾ ഇതിനകത്ത് കറിവേപ്പില, കൊച്ചുള്ളി,
വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടില്ലേ, അതിന്റെ ആ ഒരു മണമാണേ വരുന്നത്. അപ്പൊ ഈ എണ്ണയ്ക്കകത്ത് നമുക്ക് മുടിക്ക് കറുപ്പ് കിട്ടാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ അഞ്ജനക്കല്ല്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുത്തിച്ചതാ. ഇതാണ് അഞ്ജനക്കല്ലെന്ന് പറയുന്നത്. നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ സഹായിക്കുന്ന ഒരു സംഭവമാണിത്. എനിക്കിത് ഇവിടെ ബോംബെയിൽ കിട്ടില്ല, ഞാൻ നാട്ടിൽ നിന്ന് വരുത്തിയതാ. നാട്ടില് ആയുർവേദ കടയല്ല, അങ്ങാടിക്കടയുണ്ട്. അങ്ങാടിക്കടയിൽ നിന്ന് മേടിക്കണം. അപ്പൊ ഇതിന്റെ വില ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ഇത് 50 ഗ്രാമിന് 50 രൂപ. അപ്പൊ എൻ്റെ അടുത്ത് പലരും പറയുന്നതാണ് ആയുർവേദിക് പ്രോഡക്ട്സ് കൊണ്ട് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ ടിപ്സ് ഇടാൻ മുടിക്കും നമ്മുടെ ഫേസിനും ഒക്കെ വേണ്ടി. എനിക്ക് ടിപ്സ് അറിയാം, ധാരാളം ടിപ്സ് അറിയാം. പക്ഷെ എനിക്ക് ആ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇവിടെ കിട്ടില്ല. നാട്ടിലെ അങ്ങാടിക്കടകളിൽ മാത്രമേ അത് കിട്ടൂ. അപ്പൊ ഇതിങ്ങനെ കല്ലായിട്ടാണ് കിട്ടുന്നത്. നമുക്ക് ഇതിനെ ഒന്ന് പൊടിക്കാം. അപ്പൊ നനവില്ലാത്ത എന്തെങ്കിലും വെച്ച് വേണം പൊടിക്കാൻ. അപ്പൊ ഇതിപ്പോ ഒരു 15 ഗ്രാമിന്റെ അകത്താണ് ഇത്. 10 ഗ്രാമിനും 15 ഗ്രാമിനും ഇടയ്ക്ക്. ഇനി ഇതിലേക്ക് എണ്ണ അരിച്ചൊഴിക്കാം. നിങ്ങൾക്ക് അരിപ്പ വേണമെങ്കിൽ അരിപ്പയിൽ ഒഴിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ തുണി വെച്ച് ഒഴിക്കാം. ഇതിപ്പോ മുകളിൽ ഇങ്ങനെ കിടക്കുന്നത് ആദ്യം ഞാൻ ഇങ്ങനെ അങ്ങ് കോരി ഒഴിക്കുക, അരിക്കേണ്ട ആവശ്യമില്ല. ഇത് നെസ്കഫയുടെ കുപ്പിയാണേ. ഇത് ഓരോ പ്രാവശ്യവും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ കുപ്പി ഒന്ന് കുലുക്കിയ ശേഷം മാത്രം എണ്ണ എടുക്കുക. ഈ ഒരു കുപ്പി കഴിഞ്ഞിട്ട് ഇത്രയും കൂടെ ഉണ്ട്. ഇതിന് എനിക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പൊ എണ്ണ ഉണ്ടാക്കാൻ എല്ലാവരും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടോ നമ്മുടെ മുടിക്ക് സ്യൂട്ടായിട്ടുള്ളത് അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മെത്തേഡ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി തരാമേ. അപ്പൊ ഈ എണ്ണ പുരട്ടേണ്ട വിധം കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് നമ്മുടെ തലയോട്ടിയിലും മുടിയിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒത്തിരി അങ്ങ് കോരി ഒഴിക്കേണ്ട. 1-2 ടീസ്പൂൺ എടുത്തിട്ട് നമ്മുടെ വിരൽ തുമ്പിൽ തൊട്ട് നന്നായിട്ട് തലയോട്ടി മസാജ് ചെയ്യണം. മുടി വളർത്താൻ ആഗ്രഹിക്കുന്നവർ ദിവസം ഒരു 5 മിനിറ്റെങ്കിലും നമ്മുടെ തലയോട്ടിയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അത് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനും അതുപോലെ മുടി വളർച്ചയെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.